ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 12 ടെൻസസ് ആണ്. അതായത് ടെൻസസ് മൊത്തം നമ്മൾ ഇന്ന് കവർ ചെയ്യും. അപ്പൊ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും ഇംഗ്ലീഷ് കുറച്ചൊക്കെ സംസാരിക്കണം, ഇംപ്രൂവ് ആവണം എന്ന് വിചാരിക്കുന്നവരും ഒക്കെ ടെൻസസിനെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലേ? സിമ്പിൾ പ്രസന്റ് ടെൻസ്, കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, പാസ്റ്റ് ടെൻസ്, കുറേ ടെൻസ് ഉണ്ട് അല്ലേ? അപ്പം എല്ലാവരുടെയും വിചാരം ഈ ടെൻസ് എന്ന് പറയുന്നത് പഠിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്, അത് പഠിക്കാതെ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം എന്നൊക്കെയാണ് എല്ലാവരും നോക്കുന്നത്. ഞാനൊരു സത്യം പറയട്ടെ, ടെൻസ് എന്ന് പറയുന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല, വളരെ സിമ്പിളാണ്. നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു തന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ടെൻസ് പഠിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യണം, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ലൈവ് ക്ലാസ്സസും ഒക്കെ മാത്രമേ നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ ഗ്യാരണ്ടീഡ് ആയിട്ട് പറയാം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇനി ടെൻസസ് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 വാക്കുകളുണ്ട്. ഈ 3 വാക്കുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലാസ് പഠിപ്പിക്കുമ്പോൾ ഞാനിത് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കത് കണക്റ്റ് ആവാൻ കുറച്ച് പ്രയാസമായിരിക്കും. 3 വാക്കുകളാണ്, സിമ്പിളാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ്, പിന്നെ വേർബ്, പിന്നെ ഒബ്ജക്റ്റ്. ഇത് കേട്ട് നിങ്ങൾ പേടിച്ച് ഇപ്പം തന്നെ വീഡിയോ മാറ്റിയിട്ട് പോരുത്. ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ സിമ്പിളാണ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആരെ പറ്റിയിട്ടാണോ സംസാരിക്കുന്നത് ആ ആളാണ് ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ്. ഇപ്പോൾ ഞാൻ പറയാണ്, ഞാൻ എല്ലാ ദിവസവും ചായ കുടിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? ആരുടെ കാര്യമാണ് പറയുന്നത്? എൻ്റെ ഒരു കാര്യമാണല്ലേ പറയുന്നത്. അപ്പം ഞാനാണ് അവിടെ സബ്ജക്റ്റ്. ഞാൻ എല്ലാ ദിവസവും ചായ കുടിക്കാറുണ്ട്, ഞാനാണ് അവിടെ സബ്ജക്റ്റ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, അവൻ എല്ലാ ദിവസവും ചായ കുടിക്കാറുണ്ട്. അപ്പം അവിടെ ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? ആരെ പറ്റിയിട്ടാ? അവനെ പറ്റിയിട്ട്. അപ്പോൾ അവനാണ് അവിടുത്തെ സബ്ജക്റ്റ്. നിങ്ങൾ എല്ലാ ദിവസവും ചായ കുടിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? നിങ്ങളെ പറ്റിയിട്ട്. അപ്പം നിങ്ങളാണ് അവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ആരെ പറ്റിയിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത് ആ ആളാണ് ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ്. ഇത് പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചോ, കാരണം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് എന്താ? ആരെ പറ്റിയിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത് ആ ആളാണ് ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ്. അതിപ്പോൾ ഒരു പൂച്ചയാവാം, ഒരു പട്ടിയാവാം, ഒരാളാകാം, ആളുടെ പേരാകാം, അനിയനെന്നാകാം, ചേട്ടനെന്നാകാം, അച്ഛനും അമ്മയാകാം, അല്ലെങ്കിൽ പോലീസുകാരെന്നാകാം. ആരെ പറ്റിയിട്ടാണെങ്കിലോ അതാണ് അവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സബ്ജക്റ്റ് എന്താണോ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനാണ് സബ്ജക്റ്റ് എന്ന് വിചാരിച്ചോ, ഞാൻ ചായ കുടിക്കാറുണ്ട്. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്? കുടിക്കുകയാണ് അല്ലേ? അപ്പോൾ കുടിക്കുക അതാണ് അവിടുത്തെ വേർബ്. ഇപ്പോൾ ഞാൻ പറയാണ്, അവൻ ഓടുകയാണെന്ന് പറയുമ്പോൾ എന്താണ് അവിടുത്തെ വേർബ്? അവൻ എന്താ ചെയ്യുന്നത്? സബ്ജക്റ്റ് അവനാണ്, അവൻ എന്താ ചെയ്യുന്നത്? ഓടുകയാണ്. അപ്പോൾ ഓടുകയാണ് അവിടുത്തെ വേർബ്. ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുട്ടികൾ ചാടുകയാണ്. അപ്പോൾ ഇവിടെ ആരെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്? കുട്ടികളെ പറ്റിയിട്ട്. അവരെന്താ ചെയ്യുന്നത്? ചാടുകയാണ്. ചാടുകയാണ് അവിടുത്തെ വേർബ്. അപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്ന ആള് എന്താണോ ചെയ്യുന്നത് അതാണ് വേർബ് അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കാണ് വേർബ്. പ്രവൃത്തി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, നമ്മളെല്ലാവരും മലയാളികളാണ്, എല്ലാവർക്കും മലയാളം നന്നായിട്ട് അറിയാം. പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് അതാണ് വേർബ് എന്ന് പറയുന്നത്. ചാടുക, ഓടുക, നീന്തുക, കരയുക, എണീറ്റ് നിൽക്കുക, എല്ലാം വീഴുക, ഇതെല്ലാം വേർബാണ്. നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? വേർബാണ്. ഓക്കെ, അപ്പോൾ അതാണ് വേർബ്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഇപ്പം തന്നെ എഴുതി വെച്ചോ എന്താ വേർബ് എന്നുള്ളത്. നമ്മളുടെ സബ്ജക്റ്റ് എന്താണോ ചെയ്യുന്നത് അതാണ് ആ സെൻറ്റൻസിലെ വേർബ്. വേർബ് എന്ന് പറയുന്നത് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കാണ്. വേർബ് എന്നാണെങ്കിൽ അത് പ്രവൃത്തിയായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു കാര്യം സബ്ജക്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തിലാണ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ പറയാണ്, ഞാൻ കുടിക്കാറുണ്ട്. എന്താണ് കുടിക്കുന്നത്? ചായ. അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യാറുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഒരിടത്ത് പോവുകയാണെന്ന് പറയുമ്പോൾ എവിടേക്കാണ് പോകുന്നത്? എന്ത്, എവിടെ, അതാണ് മെയിനായിട്ടും ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനൊരു പുസ്തകം വായിക്കുകയാണ്. ഇവിടെ ഞാൻ എന്താണ് വായിക്കുന്നത്? അതാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. എന്താ വായിക്കുന്നത്? പുസ്തകം. അപ്പോൾ പുസ്തകമാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. ഓക്കെ, ഞാൻ ഒരു പാട്ട് പാടുകയാണ്. എന്താണ് പാടുന്നത്? ഒരു പാട്ടാണ് പാടുന്നത്. അപ്പോൾ പാട്ടാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാകാം, ഒരു മൃഗമാകാം, ഒരു സ്ഥലമാകാം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. അതാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ?
സബ്ജക്റ്റ് എന്താണെന്നും വേർബ് എന്താണെന്നും ഒബ്ജക്റ്റ് എന്താണെന്നും. ക്ലിയർ അല്ലേ? അപ്പൊ അത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി സബ്ജക്റ്റ് എന്ന് പറയുന്നത് 2 തരമുണ്ട്. ഞാൻ പറഞ്ഞു മെയിൻ ആയിട്ട് അറിയേണ്ടത് സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റും ആണ്. ഈ ഒരു കാര്യം കൂടി മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സബ്ജക്റ്റ് എന്ന് പറയുന്നത് 2 തരമുണ്ട്. ഒന്നെന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ്. സിംഗുലർ സബ്ജക്റ്റ്. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒന്ന്. നമ്മൾ ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ, അതായത് ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ആ സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഇപ്പൊ ഞാൻ പറയാണ് അവൻ ചായ കുടിക്കുകയാണ്. ഇവിടെ ആരെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്? അവൻ. അവൻ ഒരു വ്യക്തിയല്ലേ ഉള്ളൂ. അപ്പൊ അത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഇനി അവര് ചായ കുടിക്കുകയാണ് എന്ന് ഞാൻ പറയാണ്. അവരെന്ന് പറഞ്ഞാൽ ഒരാളാണോ? അല്ല, ഒന്നിൽ കൂടുതലുണ്ട് അല്ലേ? 2 ആകാം, 3 ആകാം, 100 ആകാം. അപ്പൊ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അത് പ്ലൂറൽ സബ്ജക്റ്റ്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. നിങ്ങൾ സമാധാനമായിട്ട് എഴുതിയെടുത്തോ. വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ, ഒരാളാണ്, ഒരു വ്യക്തിയാണ്, ഒരു വസ്തുവാണ് സബ്ജക്റ്റ് എങ്കിൽ അത് സിംഗുലർ സബ്ജക്റ്റ്. ഇനി ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണെങ്കിൽ അതെന്താ? പ്ലൂറൽ സബ്ജക്റ്റ്. ഇതിൽ രണ്ടിലും പെടാത്ത ഒരാളുണ്ട്, ഞാൻ. ഐ എന്നുള്ള വാക്ക്. ഐ എന്നുള്ള വാക്ക് സ്പെഷ്യലാണ്. അത്രയും മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഐ എന്നുള്ള വാക്കിന് നമ്മളൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ ആണ് കൊടുക്കുന്നത്. ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഓരോ രീതിയിലാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐ മാറ്റി വെച്ചോ. ബാക്കി സിംഗുലർ സബ്ജക്റ്റ്, പ്ലൂറൽ സബ്ജക്റ്റ്. ഓക്കെ. ഇനി നമുക്ക് ഓരോ ടെൻസ് ആയിട്ട് നോക്കാം. ഈ ടെൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ട് 3 എണ്ണമാണ്. 3 കാലമാണ്. അതായത് നമ്മൾ മലയാളത്തിലുള്ള ഉള്ളതുപോലെ തന്നെ മലയാളത്തിലുള്ള കാര്യമാണ് ഇതൊക്കെ. മലയാളത്തിൽ ഇല്ലാത്തതൊന്നുമല്ല. അതായത് നമ്മൾ പറയാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. അതായത് ഞാൻ രാവിലെ 10 മണിക്ക് എണീക്കാറുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്, ഞാൻ പഠിപ്പിക്കുകയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ പ്രസന്റ് ടെൻസ് എന്നാ പറയാം. ഓക്കെ. അപ്പൊ അതാണ് പ്രസന്റ് ടെൻസ്. ഇതിൽ പലരും പ്രസന്റ് ടെൻസ് എന്ന് ഒത്തിരി തവണ കേട്ടിട്ടുണ്ട്. ഇതാണ് പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, പൊതുവേ നടക്കുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോഴാണ് നമ്മൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നത്. ഭൂതകാലം എന്ന് നമ്മൾ പറയും മലയാളത്തിൽ. ഭൂതകാലമാണ് പാസ്റ്റ് ടെൻസ്. ഇനി നടക്കാൻ പോകുന്ന കാര്യമാണ് എന്ത്? ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ അർത്ഥമൊന്നും പറഞ്ഞു തരുന്നില്ല. ഇതാണ് ഐഡിയ, കോൺസെപ്റ്റ് ഇതാണ്. പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം, അതായത് ഇപ്പോഴത്തെ കാര്യം. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യം. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ ഇനി നടക്കാൻ പോകുന്ന കാര്യം. ഇത്രയുമാണ് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ പ്രസന്റ് ടെൻസിനെയും ഫ്യൂച്ചർ ടെൻസിനെയും പാസ്റ്റ് ടെൻസിനെയും തന്നെ നമ്മൾ പിന്നെയും വീണ്ടും ഭാഗിക്കും, പല പല ഭാഗങ്ങളായിട്ട് ഭാഗിക്കും. അതിൽ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അതൊന്ന് എഴുതിയെടുക്കുക. സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതുവെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. പൊതുവെ, അതായത് ഞാൻ ഇത്ര മണിക്ക് എണീക്കാറുണ്ട്, ഞാൻ എന്നും ഓഫീസിൽ പോകാറുണ്ട്, ഞാൻ അവനോട് സംസാരിക്കാറുണ്ട്, അവൾ എന്നെ വിളിക്കാറുണ്ട്. അങ്ങനെ പൊതുവേ ചെയ്യാറുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. പൊതുവെയുള്ള കാര്യങ്ങൾ, പൊതുവെയുള്ള നമ്മുടെ ശീലങ്ങൾ, വേറൊരാളുടെ ശീലങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് അത് എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം നോക്കാം. എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതും. ഓക്കെ. അതിനുശേഷം നമ്മൾ വേർബ് എഴുതും. ആ വേർബ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് കൊടുക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അതേപോലെ വേർബ് എഴുതും. ഓക്കെ. പിന്നെ ഒബ്ജക്റ്റ് ചേർക്കും. ഇപ്പം നല്ല കൺഫ്യൂഷൻ ആയില്ലേ? ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നമുക്കൊരു എക്സാമ്പിളൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. അതായത് ഞാൻ ചായ കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഞാൻ എന്നുള്ളത് വിടാം, അവൻ ചായ കുടിക്കാറുണ്ട് എന്നുള്ള സെൻറ്റൻസ് നമുക്ക് എടുക്കാം. അവൻ ചായ കുടിക്കാറുണ്ട്. അപ്പോൾ അവൻ ചായ കുടിക്കാറുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താണ്? അവനാണ് അല്ലേ? ഒരാളേ ഉള്ളൂ. അപ്പോൾ ഹി. ഇനി കുടിക്കാറുണ്ട്, അത് സബ്ജക്റ്റ് കഴിഞ്ഞാൽ അടുത്ത ഒട്ടനെ നമ്മൾ എഴുതേണ്ടത് വേർബാണ്. എന്താണ് ഇവിടെ വേർബ്? കുടിക്കുക. കുടിക്കുക എന്നുള്ളതിന് നമ്മൾ ഡ്രിങ്ക് എന്നാണ് പറയുന്നത്. ഹി ഡ്രിങ്ക്. ചായ എന്നുള്ളതിന് ടീ. ഒബ്ജക്റ്റ് ആണ് ചായ. എന്താണ് കുടിക്കുന്നത്? ചായയാണ്. സോ ഹി ഡ്രിങ്ക് ടീ. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ശീലങ്ങൾ പറയുമ്പോൾ, പൊതുവെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ വാസ്തവം ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, സത്യങ്ങൾ പറയുമ്പോൾ ഈ ഒരു ഫോമാറ്റിലാണ് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വേർബിൻ്റെ കൂടെ ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ വേർബിൻ്റെ കൂടെ നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് കൊടുക്കണം. അപ്പം ഹി ഡ്രിങ്ക് ടീ അല്ല,
ഹി ഡ്രിങ്ക്സ് ടീ, നമ്മൾ ഡ്രിങ്കിൻ്റെ കൂടെ ഒരു എസ് ചേർത്ത് കൊടുക്കും. ഹി ഡ്രിങ്ക്സ് ടീ, അവൻ ചായ കുടിക്കാറുണ്ട്. അത് ഒരാളെ പറ്റി പറയുമ്പോൾ മാത്രമേ നമ്മളിത് ചെയ്യാറുള്ളൂ, ഒന്നിൽ കൂടുതൽ ആളുകളുടെ കൂടെ നമ്മളിത് ചെയ്യാറില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവർ ചായ കുടിക്കാറുണ്ടെന്നാണെങ്കിൽ ദേ ഡ്രിങ്ക് ടീ എന്നേ പറയത്തുള്ളൂ, ദേ ഡ്രിങ്ക്സ് ടീ എന്ന് പറയില്ല. ഇപ്പം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഹി ഡ്രിങ്ക്സ് ടീ എന്നും ദേ ഡ്രിങ്ക് ടീ എന്നും? ഇതാണ് വ്യത്യാസം. ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ശീലങ്ങൾ പറയുമ്പോൾ അവരുടെ വേർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഇനി അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഞാൻ ചായ കുടിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഡ്രിങ്ക്സ് ടീ എന്നല്ലേ എന്ന്? അല്ല, ഐ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പെഷ്യൽ കേസാണ്. ഐയുടെ കൂടെ നമ്മൾ എസ് ഒ ഇ എസ് ഒ ഒന്നും ചേർക്കില്ല, ഐ ഡ്രിങ്ക് ടീ അങ്ങനെ പറയുള്ളൂ. അതും പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, കാരണം അതും നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഐ ഡ്രിങ്ക് ടീ എന്നാണ്, ഐ ഡ്രിങ്ക്സ് ടീ എന്നൊന്നും നമ്മൾ പറയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ശീലങ്ങൾ പറയാനായിട്ട്, ഒരാളുടെ പൊതുവേ ഉള്ളൊരു സ്വഭാവം, അവരുടെ ശീലം, അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ വാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഉദാഹരണത്തിന് സൂര്യൻ കിഴക്കുദിക്കുന്നു അല്ലെങ്കിൽ പടിഞ്ഞാറ് അസ്തമിക്കുന്നു, പിന്നെ എന്താ എനിക്ക് 5 വിരലുകളുണ്ട്, അങ്ങനത്തെ നമ്മൾ വാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഗ്യാരണ്ടീഡ് ആയിട്ട് 2-3 എക്സാമ്പിൾസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടതെന്ന്. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഞാൻ രാത്രി 10 മണിക്ക് ഉറങ്ങാറുണ്ട്. ഞാൻ രാത്രി 10 മണിക്ക് ഉറങ്ങാറുണ്ട്. അതെൻ്റെ ശീലമാണ്, ഒരു ശീലത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അതെങ്ങനെ പറയാൻ പറ്റും? ആരെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്? എന്നെ പറ്റിയിട്ട്. അപ്പം ഇനി എന്താണ് ഞാൻ ചെയ്യാറുള്ളത്? രാത്രി 10 മണിക്ക് ഉറങ്ങാറുണ്ട്. ഉറങ്ങുക, അതാണ് ഇവിടുത്തെ വേർബ്. അപ്പം ഐ സ്ലീപ്പ്. എത്ര മണിക്കാണ് ഉറങ്ങുന്നത്? സമയം നമ്മൾ എപ്പോഴും അവസാനം എഴുതുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. സമയം ഒബ്ജക്റ്റ് അല്ല, സമയം പക്ഷെ നമ്മൾ ഏറ്റവും അവസാനമേ എഴുതാൻ പാടുള്ളൂ. സോ ഐ സ്ലീപ്പ് അറ്റ് 10 PM. സമയത്തിൻ്റെ കൂടെ നമ്മൾ സമയം കാണിക്കാൻ വേണ്ടിയിട്ട് അറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യണം. സോ ഞാൻ രാത്രി 10 മണിക്ക് ഉറങ്ങാറുണ്ട്. ഐ സ്ലീപ്പ് അറ്റ് 10 PM. ഇനി രാത്രി 9 മണിക്കാണെങ്കിൽ ഐ സ്ലീപ്പ് അറ്റ് 9 o'clock. അപ്പോൾ എന്താണോ സമയം അത് ലാസ്റ്റിൽ അറ്റ് യൂസ് ചെയ്ത് പറയാം. ഇനി ഇതേ വാക്ക് ഞാൻ എന്നുള്ളത് മാറ്റിയിട്ട് അവൻ രാത്രി 10 മണിക്ക് ഉറങ്ങാറുണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? അവൻ, സബ്ജക്റ്റ് എന്താണ്? അവൻ രാത്രി 10 മണിക്ക് ഇറങ്ങാറുണ്ട്. അത് ആരെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നത്? അവനെ പറ്റിയിട്ട്. അപ്പം ഹീ. ഇനി വേർബിൻ്റെ കൂടെ നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഹീ സ്ലീപ്സ് അറ്റ് 10 o'clock. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കാം. അവൻ എന്നും വിളിക്കാറുണ്ട്. അവൻ എന്നും വിളിക്കാറുണ്ട്. ഇവിടെ ആരെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നത്? നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് എഴുതാൻ നോക്ക്. അവൻ ആരെ പറ്റിയിട്ട് സംസാരിക്കുന്നത്? അവനെ പറ്റിയിട്ട് അല്ലേ? അപ്പം ഹീ. ഇനി അവൻ എന്ത് ചെയ്യാറുണ്ട്? അവൻ എന്നും വിളിക്കാറുണ്ട്. വിളിക്കുക, അപ്പോൾ കോൾ എന്നാണ് പറയുന്നത്. സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് വേർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് കൊടുക്കണം. അപ്പം ഹീ കോൾസ് എല്ലാ ദിവസവും, എന്നും, എവ്രി ഡേ. സോ ഹീ കോൾസ് എവ്രി ഡേ. അവസാനം സമയം എഴുതിയാൽ മതി. എന്നും, രാത്രി 10 മണി, 9 മണി, 5 മണി, ഉച്ച, ഇതൊക്കെ സമയമാണ്, ഒബ്ജക്റ്റ് അല്ല കേട്ടോ. എല്ലാ സെൻറ്റൻസിലും ഒബ്ജക്റ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ ഹീ കോൾസ് എവ്രി ഡേ, എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. അവർ എപ്പോഴും നിന്നെക്കുറിച്ച് പറയാറുണ്ട്. അതും എന്താ? ശീലമാണ്, പൊതുവേ ഉള്ള കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം പൊതുവേ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അവരെപ്പോഴും നിന്നെക്കുറിച്ച് പറയാറുണ്ടെന്ന് എങ്ങനെ പറയും? ദേ, അവർ, ദേ, അവരാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അവർ, ദേ എപ്പോഴും നിന്നെപ്പറ്റി പറയാറുണ്ട്. അപ്പം ഇതെങ്ങനെ നമ്മൾ പറയും? അവർ പറയാറുണ്ട് അല്ലെ, എപ്പോഴും പറയാറുണ്ട്, അതാണ് നമ്മുടെ വേർബ് എന്ന് പറയുന്നത്. അപ്പം ദേ ഓൾവേസ്, എപ്പോഴും എന്ന് പറയുമ്പോൾ ഓൾവേസ് എന്നാണ് അർത്ഥം വരുന്നത്. ഓൾവേസ്, എപ്പോഴും ഓൾവേസ്. സോ ദേ ഓൾവേസ്. ദേ ഒരാളാണോ? അല്ല, ഒന്നിൽ കൂടുതലാണ്. അപ്പോൾ വേർബിൻ്റെ കൂടെ എസ് ഒ എസോ ആഡ് ചെയ്യണ്ട. സോ ദേ ഓൾവേസ് ടോക്ക് അബൌട്ട് യു. അവരെപ്പോഴും നിന്നെപ്പറ്റി പറയാറുണ്ട്. അടുത്ത സെൻറ്റൻസ്, ഞങ്ങൾ അവരുടെ കൂടെ പുറത്തു പോകാറുണ്ട്. ഞങ്ങൾ അവരുടെ കൂടെ പുറത്തു പോകാറുണ്ട്. അതും ഒരു ശീലമാണ്. ഇതെങ്ങനെ പറയും? ആരെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നത്? ഞങ്ങൾ അവരുടെ കൂടെ പുറത്തു പോകാറുണ്ട്. ആരെ പറ്റിയിട്ടാണ്? ഞങ്ങളെ പറ്റിയിട്ടാണ് അല്ലേ? അപ്പം ഞങ്ങൾ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാം? വി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? പോകാറുണ്ട്, പുറത്തു പോകാറുണ്ട്. പോവുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? ഗോ എന്നാണ് പറയാ. അപ്പൊ ഇവിടെ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളാണ്. സോ വി ഗോ ഔട്ട് എന്നാ പറയാ. ഞങ്ങൾ പുറത്തു പോകാറുണ്ട്, വി ഗോ ഔട്ട്. ഇപ്പൊ അവൻ പുറത്തു പോകാറുണ്ട് എന്നായിരുന്നെങ്കിൽ ഹി ഗോസ് ഔട്ട് എന്നായിരുന്നേ. കാരണം ഒരാളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നത്.
ഹി ഗോസ് ഔട്ട് എന്നായിരുന്നു തന്നെ. ഞങ്ങളെന്നായതുകൊണ്ട് വി ഗോ ഔട്ട് വിത്ത് ദം. ഞങ്ങൾ അവരുടെ കൂടെ പുറത്തു പോകാറുണ്ട്. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ് അല്ലേ? ഇനി നമ്മളിപ്പോൾ വേറൊരു സെൻറ്റൻസ് എടുക്കുകയാണ്. സൂര്യൻ കിഴക്കുദിക്കുന്നു. വാസ്തവം, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, ഒരു വാസ്തവമാണ്. അല്ലാതെ ഒരു പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരു ദിവസം സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കില്ല അല്ലേ? അത് വാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു എന്നുള്ളത് എങ്ങനെ പറയും? ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. ദ സൺ എന്ന് പറയുമ്പോൾ സൂര്യൻ, ഒരു സൂര്യനല്ലേ നമുക്കുള്ളൂ അല്ലേ? അത് ഉറപ്പല്ലേ? അപ്പോൾ ഒന്നേ ഉള്ളൂ. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണ്. സോ ദ സൺ ഉദിക്കുക എന്നുള്ളതിന് റൈസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആയിരുന്നു റൈസസ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. എന്താണ്? നമ്മളുടെ ശീലങ്ങളെ പറ്റി പറയാനും അല്ലെങ്കിൽ വേറൊരാളുടെ ശീലങ്ങളെ പറ്റി പറയാനും വാസ്തവത്തിനെ പറ്റി പറയാനുമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു എന്ന് പറയാനായിട്ട് ഈ രീതിയിൽ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? കാരണം ഈ രീതിയിൽ നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുന്നത് സ്ഥിരമായിട്ട് ചെയ്യാറുള്ള കാര്യങ്ങളെ പറ്റി പറയാനും ആളുകളുടെ ശീലങ്ങളെ പറ്റി പറയാനുമാണ്. എങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്ന രീതി? സബ്ജക്റ്റ്, അത് സിംഗുലർ ആണെങ്കിൽ വേർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇഎസ്, പ്ലൂറൽ ആണെങ്കിൽ വേർബ് അതുപോലെ എഴുതാം. അതിൻ്റെ കൂടെ ഒബ്ജക്റ്റ്, ഏറ്റവും അവസാനം ടൈം. ഒബ്ജക്റ്റ് വേണമെന്ന് പോലും നിർബന്ധമില്ല. ഇവിടെ പറഞ്ഞ പകുതി സെന്റൻസിൽ ഒബ്ജക്റ്റ് ഇല്ലല്ലോ, ഒബ്ജക്റ്റ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. മനസ്സിലായില്ലേ? ഇത്രയുള്ള സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഉള്ളതിൽ ഏറ്റവും എളുപ്പം പഠിക്കാനായിട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. നമുക്ക് ജസ്റ്റ് കുറച്ച് വേർഡ്സ് അറിഞ്ഞാൽ മതി, കുറച്ച് വാക്കുകൾ പ്രോപ്പറായിട്ട് അറിയാമെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അതായത് നമ്മൾ പറയില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തു, അവൻ അത് ചെയ്തു, അവൻ ഇന്ന സമയത്ത് ഇത് ചെയ്തു. അങ്ങനെ ഇന്നൊരു സമയത്ത് ഒരു കാര്യം നമ്മൾ ചെയ്തു അല്ലെങ്കിൽ ഒരു കാര്യം നടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഞാൻ ചായ കുടിച്ചു, അവൻ ഇന്നലെ വീട്ടിൽ വന്നു, ഞങ്ങൾ ഇന്നലെ പുറത്തു പോയി. ഇതൊക്കെ ചെയ്തു, ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്ന കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെന്റൻസ് ഉണ്ടാക്കാൻ ഒരു രീതിയുണ്ട്, സിമ്പിൾ പ്രസന്റ് ടെൻസ് പോലെ. അതെന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതണം. എന്താ സബ്ജക്റ്റ്? ആരെ പറ്റിയിട്ടാണോ നമ്മൾ പറയുന്നത് അത് ആദ്യം പറയാം. അതിനുശേഷം നമ്മൾ വേർബ് എഴുതണം. ഓക്കെ, അത് വേർബ് വെറുതെ എഴുതിയാൽ പോരാ, V2 ഫോം എഴുതണം, പാസ്റ്റ് ടെൻസ് എഴുതണം, പാസ്റ്റ് ഫോം എഴുതണം. ഇംഗ്ലീഷ് മെത്തേഡ് വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, കുറേയൊക്കെ വാക്കുകളുടെ V2 ഫോം അറിയാം. പിന്നെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, പറഞ്ഞും കേട്ടും എന്ന് പറഞ്ഞിട്ട്. ആ പ്ലേലിസ്റ്റിലെ വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി, നിങ്ങൾക്ക് കുറേ വേർഡ്സ് പഠിക്കാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ കാണുക എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പറയും, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഞാൻ അവനെ കാണാറുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അവനെ സ്ഥിരം കാണാറുണ്ട്. ഞാൻ അവനെ ഇന്നലെ കാണാറുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്? അല്ല, ഞാൻ അവനെ ഇന്നലെ കണ്ടു എന്നാണ്. വാക്ക് അവിടെ മാറി അല്ലേ? കാണുക എന്നുള്ളത് കണ്ടുവായി. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൽ കാണുക, സീ, കണ്ടു, സോ. വാക്ക് മാറും, അത്രയേ ഉള്ളൂ, വേറെ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അത് മാത്രം നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. സിമ്പിൾ പാസ്റ്റ് ടെൻസ് വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഞാനൊരു ചായ കുടിച്ചു. ഇവിടെ ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതണം. ഞാനൊരു ചായ കുടിച്ചു എന്ന് പറയുമ്പോൾ ആരാണ് ഇവിടെ സബ്ജക്റ്റ്? ആരെ പറ്റിയിട്ടാണ് സംസാരം? എന്നെ പറ്റിയിട്ടാണ് അല്ലേ? അപ്പം ഐ. ഇനി അടുത്ത് നമ്മൾ വേർബ് എഴുതണം, അതായത് V2 ഫോം എഴുതണം. അപ്പം ഞാൻ എന്താണ് ചെയ്തത്? കുടിച്ചു. കുടിക്കുക എന്നുള്ളതിന് ഡ്രിങ്ക് എന്ന് പറയും, കുടിച്ചു എന്നുള്ളതിന് നമ്മൾ ഡ്രാങ്ക് എന്ന് പറയും. ഓക്കെ, കുടിച്ചു, ഡ്രാങ്ക്. അപ്പം ഞാൻ കുടിച്ചു, ഐ ഡ്രാങ്ക്. എന്താണ് ഞാൻ കുടിച്ചത്? ഒരു ചായ. സോ ഐ ഡ്രാങ്ക് എ ടീ, അല്ലെങ്കിൽ എ കപ്പ് ഓഫ് ടീ. എ കപ്പ് ഓഫ് ടീ ആണ് കുറച്ചുകൂടി ബെറ്റർ. ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ. ടീ എന്ന് പറയേണ്ട കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞാൽ മതി. ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ. ഞാൻ ഒരു കപ്പ് ചായ കുടിച്ചു. ഇനി വേറെ എക്സാമ്പിൾ പോവാം. അവൻ ഇന്നലെ വീട്ടിൽ വന്നു. അവൻ ഇന്നലെ വീട്ടിൽ വന്നു. ഇനി ഇവിടെ ആരാണ് സബ്ജക്റ്റ്? അവൻ ഇന്നലെ വീട്ടിൽ വന്നു. ആരെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്? അവനെ പറ്റിയിട്ട്. സോ ഹീ. ഇനി അവൻ എന്താണ് ചെയ്തത്? വന്നു. വരിക എന്നുള്ളതിന് നമ്മൾ കം എന്ന് പറയും, വന്നു എന്നുള്ളതിന് നമ്മൾ കെയിം എന്നാണ് പറയുന്നത്. സോ ഹീ കെയിം. ഇനി എങ്ങോട്ടേക്കാണ് വന്നത്? ഒബ്ജക്റ്റ് എന്താണ്? വീട് അല്ലേ? സോ ഹി കെയിം ഹോം. എപ്പോൾ? ഇന്നലെ. സമയം ഇന്നലെ എന്നാണ്. ഹി കെയിം ഹോം യെസ്റ്റർഡേ. ആദ്യം സബ്ജക്റ്റ്, പിന്നെ വേർബ്, പിന്നെ ഒബ്ജക്റ്റ്, അതിനുശേഷം സമയം. ആ ഒരു ഓർഡർ, അത്രയേ ഉള്ളൂ. അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. അവൻ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയി. അപ്പം അവൻ, ഹി, ചെയ്തത് എന്താണ്? പോയി. പോകുക എന്നുള്ളതിന് ഗോ എന്നാണ് നമ്മൾ പറയുന്നത്. പോയി എന്ന് പറയുമ്പോൾ വെന്റ്. വേർബ് വെന്റ് ആണ്. സോ ഹി വെന്റ്. എങ്ങോട്ടേക്ക് പോയി? നാട്ടിലേക്ക്. അപ്പം നമുക്ക് നാട്ടിലേക്ക് എന്നുള്ളതിന് നമുക്ക് ഹോം ടൗൺ എന്ന് പറയാം.
ഹി വെൻ ടു ഹിസ് ഹോം ടൗൺ. എപ്പോൾ പോയി? കഴിഞ്ഞ ആഴ്ച. സമയം ലാസ്റ്റിൽ പറഞ്ഞാൽ മതി. ഹി വെൻ ടു ഹിസ് ഹോം ടൗൺ ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വീക്ക്. ഇനി അടുത്ത ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. എൻ്റെ കൂട്ടുകാർ ഇന്നൊരു സിനിമ കണ്ടു. എൻ്റെ കൂട്ടുകാർ ഇന്നൊരു സിനിമ കണ്ടു. ഇവിടെ നമ്മളുടെ സബ്ജക്റ്റ് ആരാണ്? എൻ്റെ കൂട്ടുകാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം മൈ ഫ്രണ്ട്സ് എന്താണ് അവർ ചെയ്തത്? സിനിമ കണ്ടു. അപ്പം സിനിമ കാണുമ്പോൾ നമ്മൾ സീ എന്ന് പറയില്ല, നമ്മൾ വാച്ച് എന്നാണ് പറയുന്നത്. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ച് കാണുമ്പോൾ നമ്മൾ വാച്ച് എന്നാണ് പറയുക. നമുക്കിപ്പോൾ കണ്ണിന് കാഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യം കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് കാണുമ്പോൾ വാച്ച് എന്നാണ് പറയുന്നത്. സോ മൈ ഫ്രണ്ട്സ് വാച്ച്ഡ് എ മൂവി യെസ്റ്റർഡേ. എൻ്റെ കൂട്ടുകാർ ഒരു സിനിമ കണ്ടു. സിനിമ കാണുക എന്നുള്ളതിന് വാച്ച് എന്നാണ് പറയുക. കണ്ടു എന്ന് പറയുമ്പോഴാണ് വാച്ച്ഡ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. എന്താണ് ഫോമാറ്റ്? ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതണം, പിന്നെ V2 ഫോം ഓഫ് ദ വേർബ് എഴുതണം. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞും കേട്ടും ആ ഒരു പ്ലേലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ വേർഡ്സ് കിട്ടും. അതിനുശേഷം നിങ്ങൾ എന്താ കാണേണ്ടത്? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഒബ്ജക്റ്റ് എഴുതണം, പിന്നെ സമയം എഴുതണം. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, നിങ്ങൾ പ്രത്യേകം എഴുതി വയ്ക്കുക. കാരണം ഇതെന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ടുള്ള നമ്മുടെ കുറുക്ക് വിദ്യകളാണ്. ഈ വാക്ക് ഇന്ന രീതിയിൽ ഇവിടെ പ്ലേസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ചോ. ഈ രണ്ട് സിറ്റുവേഷനിൽ എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് സംസാരിക്കുമ്പം കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത് ശരിയാണെന്നുള്ള ധൈര്യത്തോടു കൂടി നിങ്ങൾ സംസാരിച്ച് പ്രാക്ടീസും കൂടി ചെയ്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ, ഒരു കുറുക്ക് വഴിയാണ് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു കുറുക്ക് വഴിയാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക, എഴുതി വയ്ക്കുക, വീണ്ടും വീണ്ടും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇനി നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് പഠിക്കാം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസും വളരെ എളുപ്പമാണ്. നമ്മളൊരു കാര്യം ചെയ്യും, ഇന്ന സമയത്ത് ഒരു കാര്യം ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇത് ചെയ്യും, ഞാൻ അത് ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ നാളെ വീട്ടിൽ പോകും, അവൻ നിന്നെ നാളെ വിളിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ പോകും. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയാനാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ നാളെ ഓഫീസിലേക്ക് പോകും. ഇത് നമ്മൾ എങ്ങനെ പറയും? ഓഫീസിലേക്ക് പോകും. ഇപ്പം ഇവിടെ ആരുടെ കാര്യമാണ് സംസാരിക്കുന്നത്? സബ്ജക്റ്റ് ആരാണ്? ആദ്യം നമ്മൾ അതാണ് എഴുതേണ്ടത്, സബ്ജക്റ്റ്. ഞാൻ നാളെ ഓഫീസിൽ പോകും, ഞാനാണ് അവിടെ സബ്ജക്റ്റ്, ഐ. ഇനി വേർബ്, നമ്മൾ വേർബ് വെറുതെ എഴുതിയാൽ പോരാ, ഈ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, അതായത് ഒരു കാര്യം ചെയ്യും, അത്രയേ ഉള്ളൂ. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഒന്നും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട. ഒരു കാര്യം ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വില്ല് വെച്ചിട്ടാണ് വേർബ് എഴുതേണ്ടത്. ഞാനൊരു കാര്യം ചെയ്യും, വിൽ പ്ലസ് എന്താണ് കാര്യം എന്ന് എഴുതണം. ഞാൻ പോകും, ഐ വിൽ ഗോ. ഞാൻ വരും, ഐ വിൽ കം. ഞാൻ കഴിക്കും, ഐ വിൽ ഈറ്റ്. അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പം ഐ വിൽ പോകും എന്നാണ്. ഐ വിൽ ഗോ ടു ഓഫീസ് ടുമോറോ. ഞാൻ നാളെ ഓഫീസിൽ പോകും. സമയം എപ്പോഴും അവസാനം. ഒബ്ജക്റ്റ് ഇവിടെ എന്താ? ഓഫീസാണ്. എങ്ങോട്ടേക്ക് പോകും? ഓഫീസ്, സ്ഥലമാണ് ഇവിടെ ഒബ്ജക്റ്റ്. സോ ഐ വിൽ ഗോ ടു ഓഫീസ് ടുമോറോ. ഞാൻ നാളെ ഓഫീസിലേക്ക് പോകും. ഓക്കെ, ഇനി അവൻ നാളെ നിന്നെ വിളിക്കും. അവൻ നാളെ നിന്നെ വിളിക്കും. അപ്പം ഇവിടെ ആരാണ് സബ്ജക്റ്റ്? ആരാണ്? അവനാണ് അല്ലെ, അവൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഹീ. അപ്പം അവൻ എന്ത് ചെയ്യും? വേർബ് എന്താണ് ഇവിടെ? അവൻ നിന്നെ നാളെ വിളിക്കും. അവൻ വിളിക്കും. വിളിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്. വിളിക്കും എന്നെങ്ങനെ പറയും? വിളിക്കുക എന്നുള്ളതിന് നമ്മൾ കോൾ എന്ന് പറയും. വിളിക്കും എന്നുള്ളത് വിൽ കോൾ. സോ ഹീ വിൽ കോൾ. ആരെ വിളിക്കും? നിന്നെ വിളിക്കും എന്നാണ് പറയുന്നത്. അപ്പം നീയാണ് ഇവിടുത്തെ ഓബ്ജക്റ്റ്. സോ ഹീ വിൽ കോൾ യു ടുമോറോ. അവൻ നിന്നെ നാളെ വിളിക്കും. ഹീ വിൽ കോൾ യു ടുമോറോ. ഇനി ഈ ഒരു ഭാഗം നിങ്ങൾ പ്രത്യേകം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മളൊരു കാര്യം ചെയ്യും, അല്ലെങ്കിൽ നടക്കും, സംഭവിക്കും എന്നൊക്കെ പറയുമ്പോഴാണ്, ഇന്ന സമയത്ത് ഒരു കാര്യം നടക്കും അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ചെയ്യും എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഫോമാറ്റിൽ സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത്. അപ്പം അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ്? ആദ്യം സബ്ജക്റ്റ് എഴുതണം, പിന്നെ വില്ല് എഴുതണം, വേർബ് എഴുതണം, ഒബ്ജക്റ്റ് എഴുതണം, സമയം എഴുതുന്നുണ്ടെങ്കിൽ സമയം എഴുതണം. ഓക്കെ, അത്രയേ ഉള്ളൂ. അതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ്, ഈ പേരൊന്നും നിങ്ങൾ ഓർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടു ബി ഫ്രാങ്ക്, നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായാൽ മതി ഏത് സിറ്റുവേഷനിൽ എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കണം. പേരിനൊന്നും സത്യം പറഞ്ഞാൽ പ്രാധാന്യമില്ല. നിങ്ങളോട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ആരും ചോദിക്കത്തില്ല എന്താ കണ്ടിന്യൂസ് ടെൻസ് എന്നൊന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇന്ന സിറ്റുവേഷനിൽ ഈ രീതിയിലാണ് സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പേര് പറഞ്ഞു തരുന്നത്.
ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് അല്ലേ, അപ്പം ഞാൻ സംസാരിക്കുകയാണ്, അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ പഠിക്കുകയാണ്, അപ്പം ഞാൻ പഠിക്കുകയാണ്, അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനിയിപ്പോൾ അവൻ എന്താ അവിടെ ചെയ്യുന്നത്? അവൻ മൊബൈൽ നോക്കുകയാണ്, അല്ലെങ്കിൽ അവൻ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുകയാണ്, അപ്പം ഹീ ഈസ് വാച്ചിങ് റീൽസ്. അവൻ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അവൻ റീൽസ് കാണുകയാണ്, അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പം നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, നീ എവിടെ പോവുകയാണ്? ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. അത് മനസ്സിലായില്ലേ? അത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന സിറ്റുവേഷന് ഈ രീതിയിലാണ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമേ അത് സംസാരിക്കാൻ നമുക്ക് പറ്റുള്ളൂ അല്ലേ. ആരെങ്കിലും വേർ ആർ യു ഗോയിങ് എന്ന് ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയണം എന്നറിയില്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും. എങ്ങനെ മറുപടി പറയണം എന്നറിഞ്ഞാലല്ലേ അത് പറയാൻ പറ്റുള്ളൂ. അപ്പം അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പം നിർബന്ധമായിട്ടും ഇത് കാണാം, എന്നിട്ട് ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അവൻ ഉറങ്ങുകയാണ്, അവൻ ഉറങ്ങുകയാണ്. അപ്പം അവൻ ഉറങ്ങുകയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ആരെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നത്? അവനെ പറ്റിയിട്ട്. അപ്പം ഇവിടെ സബ്ജക്റ്റ് ആരാ? അവൻ. അപ്പം നമ്മൾ ആദ്യം സബ്ജക്റ്റ് എഴുതണം. പിന്നെ ആരെ പറ്റിയിട്ടാണോ സംസാരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ കുറച്ച് വാക്കുകൾ യൂസ് ചെയ്യണം. ഇതിന് മുന്നേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈസ്, ആം, ആർ. ഈ വാക്കുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാം. ഈസ്, ആം, ആർ ഇത് നമ്മൾ യൂസ് ചെയ്യണം. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഇസ് യൂസ് ചെയ്യും സബ്ജക്റ്റിൻ്റെ കൂടെ. ഉദാഹരണത്തിന് അവൻ ഉറങ്ങുകയാണ്, ഹീ ഇസ് എന്നായിരിക്കും സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഹീ ഇസ്. അപ്പോൾ അവൻ ഉറങ്ങുകയാണ്, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഏത് വാക്കാണ് യൂസ് ചെയ്യേണ്ടത്? സബ്ജക്റ്റിൻ്റെ കൂടെ ഇസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ചെയ്യുകയാണ് എന്ന് പറയാനായിട്ട് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഇസ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി അവൻ ഉറങ്ങുകയാണ്, ഹീ ഈസ്. ഇനി ഉറങ്ങുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? ഉറങ്ങുക, സ്ലീപ്പ് എന്ന് പറയും അല്ലേ. അപ്പം ഹീ ഈസ് സ്ലീപ്പിംഗ്. സ്ലീപ്പിന്റെ കൂടെ നമ്മൾ ING എന്ന് ചേർത്ത് കൊടുക്കണം. ഹീ ഈസ് സ്ലീപ്പിംഗ്, അവൻ ഉറങ്ങുകയാണ്. അത്രയേ ഉള്ളൂ, തീർന്നു. നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇപ്പം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ആരാണ് സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ ഇസ് എഴുതുക. എന്താണ് പ്രവൃത്തി, വേർബ് എന്താണെന്ന് എഴുതുക. വേർബിൻ്റെ കൂടെ ING എന്ന 3 ലെറ്റേഴ്സും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സെൻറ്റൻസ് കംപ്ലീറ്റ് ആയി. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് കൊടുക്കാം, പറയണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് കൊടുക്കാം. സമയം കൊടുക്കണം, സമയം നൗ ആണ്, പ്രത്യേകിച്ച് വേറെ സമയമൊന്നുമില്ല. ഇപ്പോഴത്തെ കാര്യമാണല്ലോ. നമ്മളിങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പോഴത്തെ കാര്യമാണെന്ന്. ഇനി വേറെ സെൻറ്റൻസ് നോക്കാം. ഞാനിപ്പോൾ തിരക്കിലാണ്, ഞാനിപ്പോൾ തിരക്കിലാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ജോലി ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ജോലി ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ആരുടെ കാര്യമാണ് പറയുന്നത്? ഞാൻ, ഐ. അപ്പം ഐ അതാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് എഴുതി. ഇനി ഐ ഇസ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരാളല്ലേ ഉള്ളൂ ഐ, പറ്റില്ല. ഐ ഇസ് എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. ഐയുടെ കൂടെ ഈ ഒരു സിറ്റുവേഷനിൽ ഞാനൊരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയാനായിട്ട് ഐ ആം എന്ന് വെച്ച് വേണം നമ്മൾ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഐ ആം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഐ ആം ടോക്കിംഗ്. ഓക്കെ, ഞാൻ പഠിക്കുകയാണെങ്കിൽ ഐ ആം സ്റ്റഡിങ്. ഐ ഇസ് അല്ല, ഐ ആം. ഇപ്പോൾ ഒരാളെ ഉണ്ടെന്ന് കരുതിയിട്ട് ഐയുടെ കൂടെ ഇസ് ചേർക്കുന്നത് ഐ ആം ആണ് കേട്ടോ. സോ ഐ ആം. ഇനി ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ഐ ആം. ജോലി ചെയ്യുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? വർക്ക് എന്നാണ് പറയാ. ജോലി ചെയ്യുക, വർക്ക്. ജോലി ചെയ്യുകയാണ്, വർക്കിംഗ്. ഐ ആം വർക്കിംഗ്. ഞാൻ ജോലി ചെയ്യുകയാണ്. സിമ്പിൾ അല്ലേ? വർക്കിൻ്റെ കൂടെ നമ്മൾ ING ചേർത്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. ഞാൻ ജോലി ചെയ്യുകയാണ്, ഐ ആം വർക്കിംഗ്. ഇനി ഞാൻ കഴിക്കുകയാണെന്ന് എങ്ങനെ പറയും? ഐ ആം ഈറ്റിംഗ് എന്ന് പറയും. ഞാൻ ഓടുകയാണ്, ഐ ആം റണ്ണിങ്. ഞാൻ പറക്കുകയാണ്, ഐ ആം ഫ്ലൈങ്. അപ്പം അങ്ങനെയാണ് നമ്മൾ പറയുക. അത്രേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? ഇനി ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുകയാണ്, ഐ ആം വർക്കിംഗ് നൗ. ഇപ്പോൾ എന്നുള്ളതിന് പകരം ഇംഗ്ലീഷിൽ നമ്മൾ നൗ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ, നൗ. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അത് നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ ഈ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇത്രയും വലിയൊരു വീഡിയോ ആണ്. പിന്നീട് നമ്മൾ ഒന്നേന്ന് വന്ന് ഈ വീഡിയോ ഒന്നുകൂടെ കാണുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഇൻകൺവീനിയൻസ് ആണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുന്നത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ ഇപ്പം തന്നെ അത് കോമൻറ്റ് ചെയ്തോ.
ഇപ്പൊ തന്നെ കോമന്റ് ചെയ്തോ, കോമന്റ് ചെയ്ത് പോവുക. അപ്പം നമുക്ക് എന്ത് ചെയ്ത് ക്ലിയർ ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ സംശയങ്ങൾ പിന്നെ ചോദിക്കാൻ നിൽക്കണ്ട, ഇപ്പൊ തന്നെ വീഡിയോയുടെ താഴെ നിങ്ങൾ കോമന്റ് ഇട്ടോ, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഐയുടെ കൂടെ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെന്ന് പറയാനായിട്ട് ഐ ആം എന്ന് പറഞ്ഞിട്ടാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തത്, ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ഇത് നമ്മൾ എങ്ങനെ പറയും? ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി, സബ്ജക്റ്റ് എന്താണ്? വി ആണ്. ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് അല്ലേ? അപ്പോൾ വി ഇസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് ഇസ്. ഒരാളെ പറ്റി പറയുമ്പോൾ വി ആം എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റൂല, കാരണം ഐയുടെ കൂടെയാണ് ആം. പിന്നെ വിയുടെ കൂടെ എന്ത് ആഡ് ചെയ്യാൻ പറ്റും? ആറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. വി ആർ. ഒന്നിൽ കൂടുതൽ ആളുകളുടെ കേസ് വരുമ്പോൾ നമ്മൾ ആറാണ് ആഡ് ചെയ്യേണ്ടത്. വി ആർ ചായ കുടിക്കുകയാണ്. കുടിക്കുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? ഡ്രിങ്ക് എന്ന് പറയും. കുടിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഡ്രിങ്കിങ് എന്ന് പറയും. സോ വി ആർ ഡ്രിങ്കിങ് ടീ, അല്ലെങ്കിൽ വി ആർ ഡ്രിങ്കിങ് സം ടീ എന്ന് പറയാം. സോ ഞങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഒന്നിൽ കൂടുതൽ ആളുകൾ ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ആറാണ് യൂസ് ചെയ്യേണ്ടത്. അവര് ഇന്ന കാര്യം ചെയ്യുക, അതായത് അവര് ചായ കുടിക്കുകയാണ്, ദേ ആർ ഡ്രിങ്കിങ് ടീ. ഞങ്ങൾ ചായ കുടിക്കുകയാണ്, വി ആർ ഡ്രിങ്കിങ് ടീ. എൻ്റെ പേരൻസ് സംസാരിക്കുകയാണ്, മൈ പേരൻസ്. ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, ആർ ടോക്കിംഗ്. അവരോടുകയാണ്, ദേ ആർ റണ്ണിങ്. എൻ്റെ കൂട്ടുകാർ ഫുട്ബോൾ കളിക്കുകയാണ്, മൈ ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ഫുട്ബോൾ എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളാണെങ്കിൽ ആർ യൂസ് ചെയ്യണം. ഒരാളാണെങ്കിൽ എന്താ യൂസ് ചെയ്യേണ്ടേ? ഇസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഐ ആണെങ്കിൽ നമ്മൾ ആം യൂസ് ചെയ്യണം. ഓക്കെ, നീ, നിങ്ങൾ, അങ്ങനത്തെ കേസിലായാലും ആറാണ്. ഇപ്പം നമ്മൾ നിങ്ങൾ, നീ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് യു എന്നുള്ള വാക്കാണ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. നീക്ക് സെപ്പറേറ്റ് വാക്കൊന്നുമില്ല, അത് നീ ആണെങ്കിലും നിങ്ങളാണെങ്കിലും യു. അപ്പോൾ അത് സിംഗുലറോ ആകാം പ്ലൂറലോ ആകാം എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ ആറാണ് യൂസ് ചെയ്യുന്നത്. യുടെ കൂടെ എപ്പോഴും, യുവിനെ നമ്മൾ എപ്പോഴും പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. യുവിൻ്റെ കൂടെ ആറാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ്, നിങ്ങൾക്കൊരു ഡൗട്ട് വേണ്ട. നീ ഉറങ്ങുകയാണ് എന്ന് പറയാനായിട്ട് യു ആർ സ്ലീപ്പിംഗ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ആദ്യം സബ്ജക്റ്റ് എഴുതണം. സബ്ജക്റ്റ് ഏതാണോ, സിംഗുലർ ആണെങ്കിൽ ഇസ് എഴുതുക, സബ്ജക്റ്റിന് ശേഷം ഐ ആണെങ്കിൽ ആം എഴുതുക, പ്ലൂറൽ ആണെങ്കിൽ ആർ എഴുതുക, അതിനുശേഷം വേർബിന്റെ ING. ഓക്കെ, പ്ലേ ആണെങ്കിൽ പ്ലേയിങ്, വേർബ് പ്ലേ ആണെങ്കിൽ പ്ലേയിങ്, ഈറ്റ് ആണെങ്കിൽ ഈറ്റിംഗ്, ഡ്രിങ്ക് ആണെങ്കിൽ ഡ്രിങ്കിങ്, റൈറ്റ് ആണെങ്കിൽ റൈറ്റിംഗ്, അങ്ങനെ. ഓക്കെ, പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് എഴുതാം. ഓക്കെ, സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ് അല്ലേ? നമ്മൾ പേടിക്കുന്ന രീതിയിലൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കോമെന്റ് ചെയ്യുക. നിർബന്ധമായിട്ട് ഇത് പഠിക്കണം കേട്ടോ. ഇത് പഠിക്കേണ്ടത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന്? അപ്പോൾ അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പഠിക്കാം. നിർബന്ധമായിട്ട് വീഡിയോ മുഴുവനും കണ്ട് പഠിക്കുക, ഡൗട്ട് ഉള്ളതൊക്കെ ചോദിക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതായത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യായിരുന്നു, അവൻ ഇങ്ങനെ ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയത്തില്ലേ? ഞാൻ ഉറങ്ങുകയായിരുന്നു, അവൻ വായിക്കുകയായിരുന്നു, ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒരു ഇംഗ്ലീഷ് ഉപയോഗമാണ് ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെങ്ങനെ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? സബ്ജക്റ്റ് എഴുതും. ഓക്കെ, അതിനുശേഷം വാസ് എഴുതും. അതായത് അവൻ ഉറങ്ങുകയായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഹീ വാസ് എന്നായിരിക്കും നമ്മൾ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ അവൾ വായിക്കുകയായിരുന്നു, ഷീ വാസ്. ഓക്കെ, അങ്ങനെയായിരിക്കും നമ്മൾ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം എന്താണ് വേർബ്? ഇപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ വേർബ് എന്താ? ഉറങ്ങുക. അപ്പോൾ ഉറങ്ങുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സ്ലീപ്പിൻ്റെ കൂടെ ING കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ ഹീ വാസ് സ്ലീപ്പിംഗ്, അവൻ ഉറങ്ങുകയായിരുന്നു. അവൾ വായിക്കുകയായിരുന്നു, ഷീ വാസ് റീഡിങ്. ഓക്കെ, അവൻ സംസാരിക്കുകയായിരുന്നു, ഹി വാസ് ടോക്കിംഗ്. രാഹുൽ പഠിപ്പിക്കുകയായിരുന്നു, രാഹുൽ വാസ് ടീച്ചിങ്. അപ്പൊ ഇന്ന കാര്യം ഒരാൾ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ചെയ്യുകയായിരുന്നു എന്ന് പറയേണ്ടത് ഈ രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണ്. അവൻ ഉറങ്ങുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഹി വാസ് സ്ലീപ്പിംഗ് എന്നായിരിക്കും വരിക. ഇനി ഒരാളിൽ കൂടുതലാണെങ്കിലോ, അതായത് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? അപ്പം നമ്മൾ സബ്ജക്റ്റ് എഴുതണം, അതിൻ്റെ കൂടെ വേറെ ചേർത്ത് കൊടുക്കണം. WERE. രണ്ട് വേറുണ്ട്, എവിടെ എന്നുള്ളൊരു വേറുണ്ട്, അതല്ല WERE. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു എന്നാണെന്ന് വിചാരിക്കാം. അവൻ ഉറങ്ങുകയായിരുന്നു, ഹി വാസ് സ്ലീപ്പിംഗ്. അതേപോലെ ഞങ്ങൾ ഉറങ്ങുകയായിരുന്നെങ്കിലോ, ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, വി. ഇപ്പം ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു, ഞങ്ങൾ ഇന്ന കാര്യം ചെയ്യുകയായിരുന്നു, സോ വി വേർ. ഞങ്ങൾ ചെയ്യുകയായിരുന്നു, വി വേർ. ഇപ്പം ഞങ്ങൾ വായിക്കുകയായിരുന്നു,
വി വേർ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അവർ കളിക്കുകയായിരുന്നു, ദേ വേർ എന്ന് പറഞ്ഞ് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, എൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ മൈ പേരൻസ്, എൻ്റെ മാതാപിതാക്കൾ സംസാരിക്കുകയായിരുന്നു, മൈ പേരൻസ് വേർ, അങ്ങനെ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഇന്ന കാര്യം ചെയ്യുകയായിരുന്നു, അതൊന്നിൽ കൂടുതൽ ആളുകളാണെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും വേർ എന്നുള്ള വാക്ക് വേണം. അപ്പൊ ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു, വി വേർ സ്ലീപ്പിംഗ്. ഓക്കെ, അപ്പൊ ഇന്ന കാര്യം ചെയ്യുകയായിരുന്നു എന്ന് പറയാനായിട്ട് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസ്, പ്ലൂറൽ ആണെങ്കിൽ വേർ. അപ്പൊ ആദ്യം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസ് എഴുതുക, പ്ലൂറൽ ആണെങ്കിൽ വേർ എഴുതുക, ചൂസ് ചെയ്യുക. അതിനുശേഷം വേർബ് ING. ഓക്കെ, സ്ലീപ്പ് ആണെങ്കിൽ സ്ലീപ്പിംഗ്, ഡാൻസ് ആണെങ്കിൽ ഡാൻസിങ്, റീഡ് ആണെങ്കിൽ റീഡിങ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി സബ്ജക്റ്റ് I ആണെന്ന് വിചാരിക്കാം. ഞാൻ ഉറങ്ങുകയായിരുന്നു, അതെങ്ങനെ പറയും? അപ്പം നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മളൊരു കാര്യം ഞാൻ ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ I was എന്നാണ് പറയുക. ഐയുടെ കൂടെ ഇവിടെ was ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഉറങ്ങുകയായിരുന്നു, I was സ്ലീപ്പിംഗ് എന്നാ പറയാം. അപ്പം സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വാസ് യൂസ് ചെയ്യണം. ഹി വാസ്, ഷീ വാസ്, രാഹുൽ വാസ്, അങ്ങനെ വാസ് യൂസ് ചെയ്യണം. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ വേർ യൂസ് ചെയ്യണം. ദേ വേർ, വി വേർ, മൈ ഫ്രണ്ട്സ് വേർ, ടീച്ചേഴ്സ് വേർ, അങ്ങനെ യൂസ് ചെയ്യണം. ഇനി I ആണെങ്കിൽ ഐയുടെ കൂടെ വാസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ആണ്. അപ്പം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഞങ്ങൾ തിരക്കിലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ജോലി ചെയ്യുകയായിരുന്നു, ഇതെങ്ങനെ പറയും? ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലുണ്ട്, സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. അപ്പൊ വി വേർ, ജോലി ചെയ്യുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? വർക്ക് എന്ന് പറയും. അപ്പൊ വി വേർ വർക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. വി വേർ വർക്കിംഗ്, ING നിർബന്ധമാണ്. വർക്ക് എന്നാണെങ്കിൽ ജോലി ചെയ്യുക എന്നുള്ളത് വർക്ക് ആണെങ്കിൽ ജോലി ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ വർക്കിംഗ് എന്ന് നമ്മൾ പറയണം. അപ്പോൾ വി വേർ വർക്കിംഗ്, ഞങ്ങൾ ജോലി ചെയ്യുകയായിരുന്നു. ഇനി അടുത്ത സെന്റൻസ് നോക്കാം. ഞാൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു, ഇതെങ്ങനെ പറയും? I was eating food. I was eating food എന്ന് പറയും. ഞാൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു, ഐയുടെ കൂടെ was ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത എക്സാമ്പിൾ, ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു. ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു എന്ന് എങ്ങനെ പറയും? വണ്ടി ഓടിക്കുന്നതിന് നമ്മൾ കാറാണെന്ന് വിചാരിച്ചോ, വണ്ടി ഓടിക്കുക എന്നുള്ളത് ഡ്രൈവ് എന്നാ പറയാ. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു എന്ന് എങ്ങനെ പറയും? I was driving. ഇനി ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയും? ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി, പ്ലൂറൽ ആണ്. പ്ലൂറലിന്റെ കൂടെ എന്താ യൂസ് ചെയ്യേണ്ടത്? വേർ യൂസ് ചെയ്യണം. അപ്പോൾ വി വേർ പ്ലേയിങ് ഫുട്ബോൾ. അപ്പൊ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സബ്ജക്റ്റ് എഴുതുക, വാസ് എഴുതുക, ING ചേർക്കുക, അത്രയേ ഉള്ളൂ. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ സബ്ജക്റ്റ് എഴുതുക, വേർ ചേർക്കുക, ING ചേർക്കുക. സിമ്പിൾ. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു ചെറിയ സെന്റൻസ് എഴുതാം. പത്രം വായിക്കുകയായിരുന്നു, അവൻ പത്രം വായിക്കുകയായിരുന്നു എന്നുള്ളതിന് ഹി വാസ് റീഡിങ് ന്യൂസ് പേപ്പർ. ഞങ്ങൾ പത്രം വായിക്കുകയായിരുന്നു, ഒന്നിൽ കൂടുതലുണ്ട്, വി വേർ റീഡിങ് ന്യൂസ് പേപ്പർ. ഇനി ഞാൻ എന്നാണെങ്കിലോ സബ്ജക്റ്റ് എഴുതുക, ഞാൻ എന്ന് എഴുതുക, വാസ് എന്ന് എഴുതുക, ING ഫോം. ഞാൻ പത്രം വായിക്കുകയായിരുന്നു, I was reading ന്യൂസ് പേപ്പർ. അത്രയേ ഉള്ളൂ നമ്മുടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പേരൊക്കെ ഭയങ്കര വലുതാണെങ്കിലും ഭയങ്കര സിമ്പിളാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് കോമെൻറ്റ് ചെയ്യുക, ഞാൻ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഇനി ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും നമ്മൾ പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഇതുവരെ പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്ന ടെൻസ് നമ്മൾ മലയാളത്തിൽ അധികം അങ്ങനെ സംസാരിക്കാത്തതുകൊണ്ട്, ആ ഒരു രീതിയിൽ സംസാരിക്കാത്തത് കൊണ്ട് നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും അറിഞ്ഞിരിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് അടുത്ത് പറയാൻ പോകുന്ന ടെൻസിന് കൊടുക്കണ്ട. ഇതുവരെ നമ്മൾ പഠിച്ച ടെൻസില്ലേ, അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, അതുപോലെ തന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഈ 5 ടെൻസസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു രീതിയിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. അടുത്ത് ഞാൻ പറയാൻ പോകുന്നതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് അല്ലേ, അപ്പോൾ പഠിക്കണ്ടേ? അങ്ങനെയല്ല, പഠിക്കാം, പക്ഷെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, സോ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതായത് ഇന്ന സമയത്ത് നമ്മൾ ഭാവിയിൽ ഇന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ നാളെ ഈ സമയത്ത് വണ്ടി ഓടിക്കുകയായിരിക്കും. അതായത് ഈ സമയത്ത് ഭാവിയിൽ ഒരു കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. പക്ഷെ നമ്മൾ മലയാളത്തിൽ അങ്ങനെ പൊതുവെ സംസാരിക്കാറില്ല. ഞാൻ നാളെ ഈ സമയത്ത് വണ്ടി ഓടിക്കും എന്നുള്ളത്, ഞാൻ പോയിക്കൊണ്ടിരിക്കും, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തുള്ളൂ. ഭയങ്കര ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷേ എന്നാലും ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കുറച്ചുകൂടി കറക്റ്റായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാനുണ്ടെങ്കിൽ
ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ നാളെ ഈ സമയത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും എന്ന് ഞാൻ പറയാം. ഇതെങ്ങനെ പറയാൻ പറ്റും? ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാവിയിൽ, പിന്നെ എപ്പോഴോ ആണ് അത് നമ്മൾ പറയുന്ന സമയത്ത് ഞാൻ, സബ്ജക്റ്റ് എന്താണ്? ഞാൻ. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ ടെൻസ്, അതായത് ഭാവിയിലെ കാര്യമാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മൾ ഭാവിയിലെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഇന്നത് ചെയ്യും, ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, എന്തോ ആയിക്കൊള്ളട്ടെ, ഭാവിയിലെ കാര്യമാണ് പറയുന്നതെങ്കിൽ അവിടെ ഏത് വാക്ക് നമ്മൾ യൂസ് ചെയ്യണം? വിൽ എന്നുള്ള വാക്ക് യൂസ് ചെയ്യണം. അപ്പം ഇവിടെ നമ്മൾ വിൽ ബി പറയും. ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ വിൽ യൂസ് ചെയ്യും, ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് വിൽ ബി യൂസ് ചെയ്യും. അപ്പം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും എന്ന് പറയാനായിട്ട് ഐ വിൽ ബി ഡ്രൈവിംഗ് എന്ന് പറയും. ING ചേർക്കണം. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് നിർബന്ധമായിട്ട് ING ചേർക്കണം. അപ്പോൾ ഐ വിൽ ബി ഡ്രൈവിംഗ്, ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. നാളെ ഈ സമയത്ത് നിന്നായതുകൊണ്ട് at this time tomorrow I will be driving. ഓക്കെ, at this time tomorrow I will be driving, ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും, അതാണ് ഈ ഐ വിൽ ബി ഡ്രൈവിംഗ്. അടുത്ത സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ അവൻ നാളെ 10 മണിക്ക് പരീക്ഷ എഴുതുകയായിരിക്കും. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് പറയുന്നത്. അവൻ നാളെ 10 മണിക്ക് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും, അവിടെയാണ് നമ്മളെ ഫോക്കസ് പോകേണ്ടത്. ഇവിടെ ആരുടെ കാര്യം നമ്മൾ സംസാരിക്കുന്നത്? അവൻ്റെ കാര്യമാണ്. അവൻ, ഹി. അപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് എങ്ങനെ പറയും? ഹി വിൽ ബി റൈറ്റിംഗ്. ഹി വിൽ ബി റൈറ്റിംഗ്, അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. സോ ഹി വിൽ ബി റൈറ്റിംഗ് ആൻ എക്സാം ടുമോറോ at 10 o'clock. സമയമാണ് നാളെ 10 മണി. ടുമോറോ at 10 o'clock, അല്ലെങ്കിൽ at 10 o'clock ടുമോറോ, രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കും എന്ന് എങ്ങനെ പറയാം? അവൻ എഴുതിക്കൊണ്ടിരിക്കും, അവൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കും. ഹി വിൽ ബി റൈറ്റിംഗ് എൻ എക്സാം. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ അത്രയും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഞങ്ങൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് എയർപോർട്ടിലേക്ക് പോവുകയായിരിക്കും. ഞങ്ങൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് എയർപോർട്ടിലേക്ക് പോവുകയായിരിക്കും. ഇതെങ്ങനെ പറയും? ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവുകയായിരിക്കും, അതാണ് നമ്മുടെ ഫോക്കസ്. അപ്പം ഞങ്ങൾ പോവുകയായിരിക്കും എന്ന് എങ്ങനെ പറയും? ഞങ്ങൾ വി, ഇനി പോവുകയായിരിക്കും വി വിൽ ബി ഗോയിങ്, ഞങ്ങൾ പോവുകയായിരിക്കും. ഇനി ഒബ്ജക്റ്റ് എന്താണ്? എങ്ങോട്ടേക്കാണ് പോവുകയായിരിക്കും എന്ന് പറയുന്നത്? വി വിൽ ബി ഗോയിങ് ടു ദി എയർപോർട്ട് ഓൺ വെനസ്ഡേ. വി വിൽ ബി ഗോയിങ് ടു ദി എയർപോർട്ട് ഓൺ വെനസ്ഡേ. ഉച്ചയ്ക്കെന്ന് ആയതുകൊണ്ട് വി വിൽ ബി ഗോയിങ് ടു ദി എയർപോർട്ട് ഓൺ വെനസ്ഡേ ആഫ്റ്റർനൂൺ. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഭാവിയിൽ ഇന്ന സമയത്ത് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സബ്ജക്റ്റ് എഴുതുക, പിന്നെ വിൽ ബി എഴുതുക, പിന്നെ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കൂടെ ING ചേർക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ വായിച്ചുകൊണ്ടിരിക്കും, അതിന് എങ്ങനെ പറയാം? ഐ വിൽ ബി റീഡിങ് എന്ന് പറയും. ഓക്കെ, ഞാൻ നാളെ ഈ സമയത്ത് വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് അറ്റ് ദിസ് ടൈം ടുമോറോ ഐ വിൽ ബി റീഡിങ് എ ബുക്ക് എന്ന് പറയാം. ഓക്കെ, ഇപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഈ സമയത്ത് നാളെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ പറയാനായിട്ട് വി വിൽ ബി ടോക്കിംഗ് ടുമോറോ അറ്റ് 12 o'clock. അപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയാനായിട്ട് സബ്ജക്റ്റ് എഴുതുക, വിൽ ബി എഴുതുക, എന്താണോ ചെയ്യുന്നത് അതിൻ്റെ കൂടെ ING ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അത്ര സിമ്പിളാണ്. പക്ഷെ നമ്മൾ അങ്ങനെ സംസാരിക്കാറില്ല മലയാളത്തിൽ, അതുകൊണ്ട് ഇതിന് നമുക്കത്ര യൂസ് ഇല്ല. പക്ഷേ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഇന്ന് പഠിപ്പിച്ച ടെൻസസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കോമെൻറ്റ് ചെയ്യാം. ഇപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോ ഉണ്ട്, സെക്കൻഡ് പാർട്ട് ഉണ്ട്. ഇറ്റ്സ് ഓൾറെഡി എ ലെങ്തി വീഡിയോ അല്ലേ, നല്ല ഡ്യൂറേഷൻ ഉള്ള വീഡിയോ ആണ്. സോ അപ്പം നിങ്ങൾക്ക് ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മൈറ്റ് ബി കൺഫ്യൂസിങ് ഫോർ യു. അപ്പം നമുക്ക് പാർട്ടായിട്ട് പഠിക്കാം. അപ്പം ഇന്നൊരു ഭാഗം, ഇനി ഒരു സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ടായിരിക്കും ഈ വീഡിയോയ്ക്ക്. അപ്പോൾ ഇന്ന് ഈ കണ്ടത് മുഴുവനും നിങ്ങൾ 1 or 2 തവണ കണ്ടു നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഒന്ന് ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക, അതുകൊണ്ട് സെൻറ്റൻസസ് ഉണ്ടാക്കുക. എന്നിട്ട് ഡൗട്ട്സ് ഉള്ള കാര്യങ്ങൾ കോമെൻറ്റിൽ ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉണ്ട്. ഒന്നുമല്ല, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, അതുപോലെ തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. 6 ടെൻസസ് ആണ് നമ്മൾ പഠിച്ചത്. ഈ 6 ടെൻസസ് വെച്ച് ഓരോ സെൻറ്റൻസസ് വീതം ഒന്ന് എഴുതി കോമെൻറ്റ് ചെയ്യുക. അത് ഉറപ്പായിട്ട് ഞാൻ കോമെൻറ്റ് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പം നിർബന്ധമായിട്ട് ഇത് ചെയ്യണം. വളരെ സിമ്പിളാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ പ്രയാസമൊന്നുമില്ല. എത്രമാത്രം ഈ ടെൻസസ് എന്ന് പറയുന്നത് സിമ്പിളാണോ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ ഫസ്റ്റ് പാർട്ട് മുഴുവനും കണ്ടു നോക്കുക.
ഒന്നുകൂടെ വേണമെങ്കിൽ കാണാം, ഡൗട്ട്സ് ചോദിക്കുക. സെക്കൻഡ് പാർട്ട് നിർബന്ധമായിട്ട് കാണാം, ഉടനെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്ന ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. നിർബന്ധമായിട്ടും ചാനൽ ഫോളോ ചെയ്യുക. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മൾ വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ചാനൽ ഫോളോ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ, അതായത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. English Mitra. Stop worrying, start learning.